നല്ലൊരു കുടിയനായിരുന്നില്ലടാ. മോളൂസേ, നീ എന്റെ മോനൂസാടാ. സ്നേഹിക്കുന്നൊരു ഹൃദയമുണ്ടായതാണ് എൻ പരാജയം. എല്ലാം പോട്ട്. ഇതിപ്പോ പൊട്ടിയന്റെ ചെലവ്, ഇനിയിപ്പൊ കെട്ടിയന്റെ ചെലവ് വേറെത്തണ്ട് കേട്ടോ മോളൂസേ. അടെ ഇങ്ങനെ അടിച്ചപ്പോ ഉമ്ര പോയിപ്പോടാ. അതടി കൊണ്ടുവന്ന് അതാടെ വെക്കടാ. ഒരു പെഗ്ഗുണ്ടാ എന്റെ സാധനം ഞാൻ ആരി കൊടുക്കേണ്ടത് ഞാൻ തീരുമാനിക്കും. നീ കള്ളും തരൂല, വേണുവാട്ട വെള്ളവും തരൂല, രണ്ടും കണക്കാ. പക്ഷെ ഉമേശം കുടിക്കൂടാ. ഉമേശ ജീവന് തുല്യം സ്നേഹിച്ചു ഞാൻ ചെയ്ത് തെറ്റാ. മതി മതി. ആരാത്? മോളൂസാ? എന്താടാ ഈ അസമയത്ത് ഇവിടെ? ചിന്നുവിന്റെ കാലാലോചിക്കുമ്പോ ചത്താ മതി തോന്നുവേട്ടോട്ടാ. അതിന് ഈ കിരട്ടി ചാടി ചാവാനോ? ചാവാനുള്ള ധൈര്യമൊന്നും എനക്കില്ല. എന്നാലും ട്രൈ ചെയ്തിട്ട് അതിന്റെ കുറ്റബോധം ഉണ്ടാവട്ടല്ല. നീ വെള്ളം കുടിച്ചിനാ മോളൂസേ? കുറച്ച്. മുറ്റത്തെ കിണറ്റിൽ വെള്ളം ഇല്ലതിൻ്റെ അഹങ്കാരമാണ് എനിക്കെന്നാണ് ആയിക്കുടിക്കാർ പറയുന്നത്. ഇതിപ്പോൾ എൻ്റെ മോളെ കാര്യമായിപ്പോയി. എനക്ക് ഇങ്ങനെയെല്ലാം ചെയ്താലേ പറ്റുള്ളൂ മോളൂസേ. വേണോട്ടാ വേണോട്ടാ, എനക്കറിയുന്നല്ല. ആരെങ്കിലും എന്തൊക്കെ പറഞ്ഞോട്ട് ഞാൻ കൂടെ ഉണ്ട്, ഞാനുണ്ട്. ചാവാൻ നടക്കുന്ന നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഓള് മനസ്സറിഞ്ഞിട്ടൊന്നും നിന്നെ സ്നേഹിച്ചിട്ടില്ലടാ എന്ന് എനക്ക് തോന്നിയിട്ടില്ല. ഓൾ അങ്ങനത്തെ ഒരു പെണ്ണാണെങ്കിൽ നിന്നെ ചാടിയിട്ട് വേറൊരു പൈസക്കാരനെ കാണുമ്പോൾ കൂടെ പോവാൻ നിൽക്കുവോ? പ്രേമോ എന്നെല്ലാം പറയുന്നത് ഞാനും തങ്കമണിയും തമ്മിലില്ലാന്ന് നിനക്കറിയോ? 25 കൊല്ലം മുമ്പ് കാട്ടാക്കടയെന്ന് നമ്മുടെ ഗാദിയിലെ ബാലമാസിൻ്റെ ഒക്കെ ഞാൻ ഈ കാസർകോട്ടേക്ക് വരുമ്പോൾ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ആ ഗാദിയിൽ വെച്ചിട്ടാണ് ഞാൻ തങ്കമണീനെ കാണുന്നത്. വെളുത്ത് മെലിഞ്ഞ് കാതിലും കൗത്തിലും ഒരു തരി പൊന്നില്ലാത്തൊരു പെണ്ണ്. ആ ഇഷ്ടം ബാലമാഷ് തന്നെയാണ് തങ്കമണിയുടെ അച്ഛനോട് പോയി പറഞ്ഞത്. ഒരു എതിരും പറയാതെ ആ മനുഷ്യൻ ഞങ്ങളുടെ കല്യാണം നടത്തിത്തരാൻ തയ്യാറായി. പക്ഷേ അത് നടന്നു കാണുന്നതിന് മുമ്പേ ആ പാവം അതോടെ ഒറ്റപ്പെട്ടു പോയ തങ്കമണിയുടെ വീട്ടിലേക്ക് ഒരു താലിമാല പോലും ഇല്ലാതെ ഞാൻ കയറി ചെന്നു. ഓള് മറ്റൊന്നും ആഗ്രഹിച്ചിട്ടുമില്ല. വൈകിയാണെങ്കിലും ഞങ്ങൾക്കൊരു മോളുണ്ടായി, ഒരു പെൺകുഞ്ഞല്ലേ. അതിനാണെങ്കിൽ ചെറുപ്പത്തിലെ കാതിൽ പഴുപ്പും. എല്ലാം ഒന്ന് ശരിയായി വന്നിട്ടാവുമ്പോ നീ അടക്കം സഹായിച്ചിട്ടല്ലേ മോളൂസേ നമ്മുടെ കമ്മല് മേടിച്ചു കൊടുത്തത്. അതാണെങ്കിൽ ഈ കിണറ്റിലും ഇട്ടിട്ട് കൊതി തീർന്നിട്ടില്ല എൻ്റെ കുഞ്ഞിക്ക്. അത് ഈ കിണറ്റിൽ വെച്ചിട്ട് ഞാൻ എങ്ങനെ കിടന്ന് ഉറങ്ങും മോളൂസേ? നമ്മളെടുക്കും ആരിറങ്ങിയിട്ടെങ്കിലും
ഞാൻ ഇറക്കും കേട്ടിട്ട്. എന്തായാലും എനക്കത് എടുത്തു കൊടുക്കണം. നേരം കുറേയായി, നീ പോവാൻ നോക്ക്. ഈ സിറ്റുവേഷനിൽ ഞാൻ എവിടെ പോവും? ഞാനിവിടെ കടന്നോളാം. എന്നാ ഉള്ളിലേക്ക് വാടാ. വേണ്ട വേണട്ടാ, ഞാൻ ഇവിടെ കടന്നോളാം. കിണറ്റിലേക്ക് ഒരു കണ്ണു വേണം. ആരും വിശ്വസിക്കാൻ പറ്റൂല വേണോട്ടാ. മോളൂസേ, എടാ മോളൂസേ, എടാ നിക്കടാ, നിക്കടാ. നീ എന്റെ കമ്മല് കെട്ടുവല്ലേ? നീ എന്റെ കമ്മല് കെട്ടുവല്ലേ? നിക്കടാ, അവിടെ നിക്കേ, നിക്കടാ. എന്താ മോളിസേ, 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 വേണുവേട്ടൻ എങ്ങോട്ട് പാഞ്ഞ്? ഓ പോയിട്ട് പോയാ ആടെ പോവേ? വേണോട്ട് കണ്ടില്ല വീണോ? എവിടെ പോയിനോറ്? വേണുവേട്ടാ, നിങ്ങൾ ഏടെ പാഞ്ഞ്? കമ്മല് കൊണ്ടുപോയിടാ. അരവിന്ദ കിണറ്റി കഴിഞ്ഞിട്ട് കമ്മല് കൊണ്ടുപോയി. എന്റെ മുത്തപ്പ, ഓരോക്കെ പിടിക്കണം. ഒന്നിങ്ങ വാ, കുഞ്ഞിന്റെ കമ്മല് എടുത്തിട്ട് ഓന്റെ കുടൽമാലയെ പറിക്കും ഞാൻ. ആടക്ക് ഞാൻ കൊടുക്കണോനോ? ഓഹോ അരവിന്ദ പട്ടി ഇറങ്ങി വേടാ, ഒളിച്ചിരിക്കണ്ടാ. പൊന്നു കെട്ട നിന്റെ അരവിന്ദനെ പൊത്തി വെക്കാണ്ട് പുറത്തേക്ക് പോയി പണി നോക്കടാ. ഓനല്ല അരവിന്ദനെ കൊണ്ടുപോകാൻ വന്നതോളും. അവൻ എന്റെ മോളെ കമ്മല് കെട്ടു. അരവിന്ദനെ കൊണ്ട് ഞങ്ങള് പോവും. പാതിരാത്രിക്ക് പെണ്ണു മാത്രം വീട്ടുകാരി തോന്നിയ സമയത്തരാ അടിച്ച് ചെവിക്കുറ്റി ഞാൻ കൊടുക്ക്. ഞാൻ തിരൂപിനെ വിളിച്ചിട്ടുണ്ടായിനി. അവിടെ പ്രശ്നമൊന്നുമില്ലാന്നാ പറഞ്ഞേ. എനിക്ക് എന്തോ പോലെ തോന്നുന്നു കൃപേ. അരവിന്ദ പൊന്നെടുത്തോണ്ട് പോയെന്ന് പറഞ്ഞ് ചോദിക്കാൻ പോയത്. അതിന് ഓനെന്നെ എടുത്തിണ്ടെന്ന് ഉറപ്പുണ്ടാ? വേണുട്ടൻ കണ്ടിന് പോലും. ആ കമ്മല് പോയ പിന്നെ ആരോടും മിണ്ടുന്നില്ല. എന്തിനു നല്ല ഉറങ്ങുന്നില്ല. അവിടെ പോയിട്ട് എന്താവും ഈശ്വര. രണ്ടാക്കും നല്ല മത്തമുണ്ട്. നീ വേവലാതിപ്പെടണ്ട. ദിനൂപ് വശമായിട്ടൊന്നും പോയിട്ടില്ല അങ്ങോട്ട്. Aya!
ബാ കേറി വെച്ച് നോക്കാം. ഇരിക്ക് ഇരിക്ക്. ഇതല്ലേ നമ്മ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കുന്നുണ്ടെങ്കിൽ ഈ തടുപ്പ് വലിച്ചാൽ മുന്നോട്ട് വരും, അല്ലെങ്കിൽ വരൂല. കാര്യമെല്ലാം കുറച്ച് ഇടങ്ങേറിലാന്ന് കാണുന്നത്. നിങ്ങൾ എന്നാന്ന് മനസ്സിൽ വിചാരിച്ചിനി? കുഞ്ഞിന്റെ കാതില് കിണറ്റിൽ പോയി, അത് കിട്ടുമോന്നറിയാൻ വേണ്ടിട്ട് വന്നതാ. ഓ, ഉള്ളത് പറഞ്ഞ സാധനം കിട്ടാൻ ചാൻസ് ഇല്ല. അയ്യോ, ഇത് കണ്ടില്ലേ, പവർ വന്നിരിക്കായി. ഇതിനി ആന വലിച്ചാലും വരൂല. അപ്പൊ എവിടെ ഇല്ലത് അറിയാൻ പറ്റുമോ? നോക്കാ, നമുക്ക് തടുപ്പോട് ചോദിക്കാം. തടുപ്പ കടുവറിയില്ലോ. ഉരുപ്പടി ഇപ്പം സ്ഥാനത്തില്ല. അത് തെക്കുന്ന് വടക്കോട്ടിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കായി. നമ്മുടെ അരവിന്ദന്റെ വീട് ആ ഭാഗത്തല്ലേ?